ഷാൻലി BS ആണ് ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പേടി മാറാൻ വേണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ച് അടിപൊളിയാവണം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസിൽ നമ്മൾ സ്പീഡ് കുറച്ച് അല്ലെങ്കിൽ വളരെ പേടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രാക്ടീസ് ലെവലിലെത്താൻ സമയതാമസം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ആ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉടൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ട് പേടിയെല്ലാം മാറി നമുക്ക് കാർ ഓടിക്കുന്ന സ്റ്റേജിലെത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഒരു കയറ്റം ആക്സിലേറ്റർ കൊടുത്ത് കയറി വരുന്ന ഒരു എക്സസൈസാണ്. സെൽഫായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാൽക്കുലേഷൻസാണ്. എവിടെ എത്തുമ്പോൾ തിരിക്കണം, എവിടെ എത്തുമ്പോൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓടിക്കും തോറും നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു പഠനത്തിൻ്റെ ആദ്യകാല ക്ലാസ്സുകളാണ്. ഇതിലൂടെയാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അല്ല ഒരു ദിവസം കൊണ്ട് ആരും വണ്ടി ഓടിക്കുന്ന സ്റ്റേജിൽ എത്തൂല. ഉണ്ട് ഇതുപോലെ. ഷാൻലി എന്ത് പറയാനുണ്ട്? ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ, ആദ്യത്തെ റൗണ്ട് ഇത്തിരി മോശമായിരുന്നെങ്കിലും ഇപ്പം പ്രാക്ടീസിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഞാനിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഷാലിനി അതിൻ്റെ മറുപടി പറയുന്നത് തന്നെ മറ്റൊരു എക്സ്പീരിയൻസാണ്. കാരണം വണ്ടിയിലാണ് നമ്മളെ മൈൻഡ് ഇരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോഴും വണ്ടി കൈവിട്ട് പോകാതിരിക്കാൻ പറ്റുന്നതെങ്കിൽ ഓക്കെ ആണെന്ന് അർത്ഥം. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഒരു ഇറക്കമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അതുപോലെ ബോഡിയെ കറക്റ്റ് റിട്ടേൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇറക്കേണ്ട സന്ദർഭമാണ്. ഇവിടെ എത്തുമ്പോൾ 2 റൗണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യണം. 2 റൗണ്ട് തന്നെ അറയ്ക്കാതെ റിട്ടേൺ ചെയ്ത് വണ്ടി പോയി ഇറക്കം വരുമ്പം ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ഇറക്കുന്ന ഒരു എക്സസൈസാണ്. ഇറക്കം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ റൈറ്റ് തിരിക്കുക. ഇതെല്ലാം അടിപൊളിയായി നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ എത്ര ദിവസങ്ങൾ കൊണ്ടാണോ നമ്മൾ ഓക്കെ ആവുന്നത് അതുവരെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരു കൈയെല്ലാം കൊണ്ട് തിരിക്കുന്നതൊക്കെ സൂപ്പർ എക്സ്പീരിയൻസാണ്. നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ കൊടുക്കുന്നതും. അപ്പോൾ അതിലൂടെ അവർക്ക് മനസ്സിലാവും ഒരു കാർ ഇത്രയേ ഉള്ളൂ, എന്നെ കൊണ്ടൊരു കാർ ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലുകളിലോട്ട് അവരെ എത്തിക്കുന്നതിനാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ അയക്കുന്നത്. അവിടെയെല്ലാം സെൽഫായിട്ടുള്ള കാൽക്കുലേഷൻസാണ്. മരമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പിയുണ്ട്, അല്ലെങ്കിൽ വണ്ടി പോകുന്ന റൂട്ടുണ്ട്. ഇവിടെയെല്ലാം കറക്റ്റായിട്ട് വണ്ടിയെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു എക്സർസൈസാണ് ഓരോ കുട്ടികൾക്കും MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ് നമുക്ക് ശാലിനിയോട് ചോദിക്കാം. ശാലിനി സ്റ്റോപ്പ്. എങ്ങനെയുണ്ട് തനിച്ചോടിച്ചിട്ട്? കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടോ? അതേ പേടിയുണ്ടോ? വണ്ടിയുടെ കൺട്രോളൊക്കെ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ കാല് ബ്രേക്കിൽ തന്നെ വരും. ചില കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കൺട്രോൾ പോയി കഴിയുമ്പം അവർ അപ്സെറ്റ് ആവും. അവരെ കാല് വരുന്നത് ആക്സിഡൻറ്റിലായിരിക്കും. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൽഫായിട്ടുള്ള കാൽക്കുലേഷൻസാണ്. എവിടെ നമ്മൾ തിരിക്കണം അല്ലേ? എന്താണ് ഇപ്പോഴും ഓടിച്ചപ്പോൾ എന്ത് തോന്നുന്നു? എന്ത് പറയാനുണ്ട്? ഇത്തരം ക്ലാസ്സിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഈ ഒരു എക്സസൈസിനെ കുറിച്ച് എന്ത് പറയുന്നത്? നമ്മൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ 2 ലോവർ ഗ്രൗണ്ട് അപ്പർ ഗ്രൗണ്ടിനോട് തനിച്ച് ഓടിക്കുന്ന ആ ഒരു എക്സസൈസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഓടിക്കാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് വിഭാഗത്തിലാണ് ഈ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നത്. ഓരോ പ്രാവശ്യം ഓടിക്കും തോറും നമുക്ക് പേടി മാറുകയും പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ? ശരി, ഓക്കെ. വീണ്ടും ഇതുപോലെ താഴെ പോയി ഗ്രൗണ്ടിൽ വന്ന് കേട്ടോ ഒരിക്കലും പോയി ഇങ്ങനെ കറങ്ങി